ഹലോ, വളരെ ഇൻട്രസ്റ്റോടെ ഹാപ്പിയോടെ ഞാൻ തുടങ്ങിയ ഒരു വീഡിയോ ആണ് ഇത്. പക്ഷേ ഇതിൻ്റെ എൻഡിങ് ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ കുഞ്ഞിക്കലം ഞാൻ കമ്പലപ്പുഴ അമ്പലത്തിൽ പോയപ്പോൾ പ്രസാദം കിട്ടിയതാണ്. അതിവിടെ ഞാൻ ഷോക്കേസിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനതിനൊരു മേക്ക് ഓവർ കൊടുക്കാൻ വെറുതെ അവിടെ ഇരിക്കുമല്ലേ എന്ന് കരുതി കുറച്ച് പൂക്കളുണ്ടാക്കി വെക്കാമെന്ന് കരുതി. ഇതിൽ പ്രസാദം പറ്റിയിരിക്കുന്നുണ്ടായിരുന്നു ഈ വെണ്ണ. അത് ഞാനൊരു വെറ്റ് വൈപ്സ് വെച്ച് മാക്സിമം പറ്റുന്നിടത്തെല്ലാം വൃത്തിയാക്കി കൊടുത്തു. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കല ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പൈപ്പ് ക്ലീനേഴ്സ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ച് പൂക്കൾ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന കുറേ കളേഴ്സ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓറഞ്ച്, മഞ്ഞ, ചുമപ്പ്, നീല അങ്ങനെ എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വളരെ റേറ്റ് കുറവിന് ഞാനിത് വാങ്ങിച്ചതാണ്. ഒരു സമയത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എല്ലാം നോക്കുമ്പോൾ പൈപ്പ് ക്ലീനേഴ്സ് കൊണ്ട് പൂക്കൾ ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ ഞാനും വാങ്ങിച്ച് അങ്ങനെ കുറേ പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിത് ഉപയോഗിക്കുന്നവർക്കറിയാം. ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതിൽ തന്നെ കമ്പി ഉണ്ടായതുകൊണ്ട് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ വരുന്നത്, കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് 200 താഴെ ഇതിന് വരുന്നുള്ളൂ. 150 താഴെ വരുന്നതുണ്ട്. അപ്പോൾ ആദ്യമേ 1-2 വാങ്ങിച്ച് നോക്കുക. എന്നിട്ട് പൂക്കൾ ഉണ്ടാക്കുക. പൂക്കൾ മാത്രമല്ല, ഇത് വെച്ച് നമുക്ക് പല സാധനങ്ങളുണ്ടാക്കാം. ഞാൻ കീ ചെയിനും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാനിതിൻ്റെ നീല, മഞ്ഞ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം മഞ്ഞയും ചുമപ്പുമാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഇതിൻ്റെ പച്ച കളറിലെ പൈപ്പ് ക്ലീനേഴ്സ് തീർന്നിട്ടുണ്ടായിരുന്നു. കാരണം പൂക്കൾ ഉണ്ടാക്കുമ്പോൾ സ്റ്റെമ്മ് കൂടുതലും പച്ച കളറാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ അടുത്തത് തീർന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണേ ഉള്ളായിരുന്നു. ഈ എല്ലാ പൂക്കൾക്കും കൂടി തികഞ്ഞിട്ടില്ല. അപ്പം ഞാനൊരു കറുപ്പ് കളറിലെ പൈപ്പ് ക്ലീനേഴ്സും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞ കളറിലെ നടുക്ക് ഇതിന് വെക്കാനായിട്ട് എടുത്തു. അങ്ങനെ പോട്ടിനകത്തോട്ട് ഞാൻ പഞ്ഞിയും ടെർമോക്കോളും വെച്ചു. എനിക്കിവിടാണ് അബദ്ധം പറ്റിയത്. എൻ്റെ കയ്യിൽ നിന്ന് പോട്ട് തറയിൽ വീണ് പൊട്ടി. സത്യത്തിൽ എനിക്ക് നല്ല വിഷമമായിരുന്നു. കാരണം അത്രയും എനിക്കിഷ്ടമായിരുന്നു അതിനെ മേക്ക് ഓവർ ചെയ്യാമെന്നും പറഞ്ഞെടുത്തതാണ്. എന്നാലും ഞാൻ തളർന്നില്ല. വീട്ടിൽ ഇരുന്ന് അടുത്തൊരു പോട്ടും കൂടി എടുത്ത്. എനിക്ക് പിന്നെയും പേടി. ഞാൻ ആദ്യമേ എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് കാരണമാണ് ആ പോട്ട് പൊട്ടിയത്. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒട്ടും അത് പൊട്ടുമെന്നൊന്നും. പൊട്ടിയപ്പോൾ എനിക്ക് നല്ല വിഷമമായി. പക്ഷേ പെട്ടെന്ന് തന്നെ ഞാനിത് കണ്ട് എന്തായാലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, ഈ പോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നാലും ഞാൻ അതിൽ വെക്കുന്ന അത്രയും ഭംഗി ഇതിൽ വരുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ആ പച്ച സ്റ്റെമ്മില്ലാഞ്ഞതുകൊണ്ട് കുറച്ച് പൂക്കൾക്ക് ഞാൻ കറുപ്പ് സ്റ്റെമ്മാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫുൾ പച്ച ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇതിന് കറുപ്പ് കൊടുക്കാതെ പച്ച വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ അതിനകത്തെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തു. പക്ഷേ ബാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ആ കുഞ്ഞി പോട്ട് തന്നെയായിരുന്നു. അതിനകത്ത് വെച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായേനെ എന്നൊക്കെ. പക്ഷേ അത് പൊട്ടിപ്പോയില്ലേ. പിന്നെ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഞാൻ ഓർത്ത് സമാധാനിച്ചു. അങ്ങനെ ഞാൻ ഇതിനകത്തോട്ട് പൂക്കളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തു. ടെർമോക്കോളും പഞ്ഞിയും വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. ഇത് ടെർമോക്കോളിൽ വെക്കുമ്പോഴേ നമ്മളിത് ഇങ്ങനെ കുത്തി വെക്കുമ്പം ഈ പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്യും. അത് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു വെച്ചു. പക്ഷേ ആ കുഞ്ഞി പോട്ടിലായിരുന്നെങ്കിൽ ഈ പൂക്കളെല്ലാം നിറഞ്ഞിരുന്നേനെ. ഇതിനകത്ത് വേണമെന്ന് അത്രയും പൂക്കൾ ഞാൻ എടുത്തിട്ടില്ല. കുറച്ചേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തു. ആൻഡ് ഫൈനലി ഇങ്ങനെയാണത് വന്നത്. ലാസ്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്നാലും മനസ്സിലാ കുഞ്ഞിപ്പോട്ട് തന്നെയാണ്. പിന്നെ ഞാൻ വീട്ടിൽ ഇങ്ങനൊരു സ്ഥലത്ത് അത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഫ്രീ ആയിട്ട് കിടന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു പോട്ടായിരുന്നു.